എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് കണക്കിലെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ട്രിക്സിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, ഒത്തിരി പേർക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് പറയുന്ന കമൻറ്റ് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് പുതിയൊരു ട്രിക്കാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. ഇവിടെ നോക്കാം, 12 × 14 13 × 12. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകൾ ഗുണിക്കുന്നത് ഞാനിത് പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ ട്രിക്ക് എന്താണ് എന്നുള്ളത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ പെട്ടെന്ന് തന്നെ എഴുതി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, 12 × 14 ആൻസർ 168 ആണ്. എത്ര പെട്ടെന്നാണ് ഞാൻ ആൻസർ എഴുതിയത് അല്ലേ? അപ്പോൾ ഇതുപോലെ ഇത്രയും സ്പീഡിൽ നമുക്ക് ഗുണിച്ച് നോക്കാതെ ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, 12 × 14 13 × 12. എന്താണ് ഈ സംഖ്യകൾക്ക് പ്രത്യേകത? ആദ്യം 1 വരുന്ന സംഖ്യകളാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ആദ്യം 1 വരുന്ന സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു വഴിയാണ് പറഞ്ഞു തരുന്നത്. അതുപോലെ വേറൊരു ട്രിക്കും കൂടി ഉണ്ട് കേട്ടോ, വലിയ സംഖ്യകളുടെ. അപ്പോൾ ഇവിടെ നോക്കുക, ആദ്യം 1 വരുന്ന സംഖ്യകൾ എന്ന് പറയുമ്പോൾ 11 മുതൽ 19 വരെയുള്ള സംഖ്യകൾ ഏത് സംഖ്യകൾ തമ്മിൽ ഗുണിക്കാനാണെങ്കിലും 12 × 13 15 × 19 16 × 18 അങ്ങനെ ഏത് സംഖ്യകളാണെങ്കിലും നമുക്ക് സെക്കൻഡിനുള്ളിൽ ആൻസർ കണ്ടുപിടിക്കാം, ഗുണിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഇവിടെ നോക്കുക, 12 × 14 നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 2ഉം 4ഉം കൂടെ ഗുണിക്കുക. ഓക്കെ, 2 × 4 എത്രയാണ്? 8 ആണ്. ഓക്കെ, ഇനി ഇവിടെ കിടക്കുന്ന 12 ഇല്ലേ, ആ 12നെ ഈ 4 കൊണ്ട് കൂട്ടുക. 12 4ഉം കൂടെ കൂട്ടി എത്രയാണ്? 16. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുവാണെങ്കിൽ എത്ര സ്റ്റെപ്പ് എഴുതിയിട്ട് ഗുണിക്കണം അല്ലേ? വളരെ ഈസി ആയിട്ട് കഴിഞ്ഞില്ലേ? 4 × 2 8, 12ഉം 4ഉം കൂടെ കൂട്ടി 16. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെ എങ്ങനെയാണ്? 13 × 12 ആണ്. എങ്ങനെ ചെയ്യാം? നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിൽ 3നെ 2 കൊണ്ട് ഗുണിക്കുക. 3 2 എത്രയാണ്? 6. 3 2 6. ഇനി എന്ത് ചെയ്യുക? ഈ 13നെ 2 കൊണ്ട് കൂട്ടുക. 13ഉം 2ഉം കൂടെ കൂട്ടിയാൽ 15. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലേ? ഓക്കെ, 4 × 2 8, 12 4ഉം കൂടെ കൂട്ടി 16. 3 × 2 6 എന്നെഴുതി 13ഉം 2ഉം കൂടെ കൂട്ടി 15. വളരെ ഈസി ആയിട്ട് ഗുണിക്കുന്നത് കണ്ടില്ലേ? അടുത്ത സംഖ്യ നോക്കാം. അടുത്തത് നോക്കാം, 16 × 17 18 × 19. ഇവിടെ എന്താണ്? ഇവിടെ ശിഷ്ടം വരുന്ന കേസാണ്. അതെങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ചെയ്തതുപോലെ 6 × 7 ചെയ്യുക. 6 × 7 എത്രയാണ്? 42ന് 2 എഴുതുക. 42 നേരത്തെ ഒരക്കമായിരുന്നപ്പോൾ അത് അതുപോലെ എഴുതി. ഇവിടെ ശിഷ്ടം വരുന്നുണ്ട് അല്ലേ? അപ്പോൾ 42 2 വന്നപ്പോൾ 2 ഇവിടെ എഴുതി, 4 ബാലൻസ് അവിടെ ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്യുക? നേരത്തെ പോലെ തന്നെ 16നെ 7 കൊണ്ട് കൂട്ടുക, പ്ലസ് ഈ 4ഉം കൂടെ കൂട്ടിയാൽ മതി. ശിഷ്ടവും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. 16 4 20, 20ഉം 7 എത്രയാണ്? 27. ഇത്രയേ ഉള്ളൂ. ഓക്കെ, 6 7 42, 42ന് 2 എഴുതി, 4 ശിഷ്ടം ഇട്ടു. ഈ 16ഉം 4ഉം 20ഉം 7ഉം 27. ഈ 1ൻ്റെ ആവശ്യം നമുക്ക് ഇവിടെ വരുന്നതേ ഇല്ല. ഈ സംഖ്യകൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം, 18 × 19. നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം, പോസ് ചെയ്തിട്ട് കേട്ടോ. ഇവിടെ നോക്കാം, 8 9 എത്രയാണ്? 72. ഇത് തമ്മിൽ കൂടിക്കണ്ടേ? 8 9 72ന് 2 7 ബാലൻസ് ഉണ്ട്. ഇനി എന്ത് ചെയ്യുക? 18ഉം 7ഉം കൂടെ കൂട്ടുക. 18ഉം 7ഉം 25, 25ഉം 9ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 34. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞല്ലേ? അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഈ സൈഡിലുള്ള നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുക, എഴുതി ശിഷ്ടം ഉണ്ടെങ്കിൽ മേലെ ഇട്ടിട്ട് ആ 3ഉം കൂടെ കൂട്ടുക. ഈ 1ൻ്റെ ആവശ്യം നമുക്ക് ഇല്ല, ഇത് 3ഉം കൂടെ കൂട്ടിയാൽ മതി. ഓക്കെ, ശിഷ്ടം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇത് 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞ് നമ്മുടെ ആൻസറായി. ഓക്കെ ആണല്ലോ? വളരെ എളുപ്പമാണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് തരാം. 15 × 19. ഓക്കെ, ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്തിട്ട് ഉത്തരം കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ബോക്സിൽ ഉത്തരം എഴുതുക, 15 × 19. ഓക്കെ, അടുത്ത ട്രിക്ക് നോക്കാം. ഇവിടെ നോക്കാം, 2354 × 12. ഇത്രയും വലിയ സംഖ്യയാണ് അല്ലേ? എത്ര വലിയ സംഖ്യയാണെന്ന് നോക്കൂ. ഇൻറ്റു 12 ആണ് ചെയ്യുന്നത് അല്ലേ? 12. അപ്പോൾ ഈ സംഖ്യ ഇവിടെ 1 അല്ലേ? 1 ഫസ്റ്റിൽ വരുന്ന സംഖ്യയുടെയാണ് നമ്മൾ നേരത്തെ ചെയ്തത്. അതുപോലെ തന്നെ എത്ര വലിയ സംഖ്യ ആയിക്കോട്ടെ, ഇവിടെ എത്ര വലിയ സംഖ്യ ആയിക്കോട്ടെ, 12 13 14 15 16 അങ്ങനെ 1 ഫസ്റ്റ് വരുന്ന സംഖ്യകൾ കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന്
ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇത്രയും വലിയൊരു സംഖ്യയെ 12 കൊണ്ട് നമുക്ക് ഗുണിക്കണമെങ്കിൽ താഴെ എഴുതി ഗുണിക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് എഴുതാം. അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ എത്ര പെട്ടെന്നാണ് എഴുതുന്നതെന്ന് നോക്കിക്കോളാം. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, എത്ര പെട്ടെന്നാണ് ഞാൻ എഴുതിയെന്ന് മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ സൈഡിൽ ചെയ്ത് ഗുണിക്കുകയാണെങ്കിൽ കുറേ നേരം എടുക്കും അല്ലേ. അപ്പോൾ ഇത്രയും പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഞാനിവിടെ എന്താണ് ചെയ്തത് എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് 2354 × 12 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 12 കൊണ്ട് ഗുണിക്കുന്നതിനേക്കാൾ നമുക്ക് ഈസി ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, 2 കൊണ്ട് ഗുണിക്കുക. 2 കൊണ്ട് ഗുണിച്ചാൽ എന്ത് ചെയ്താൽ മതി, ഈ സംഖ്യയുടെ ഇരട്ടി എടുത്താൽ മതി. ഇരട്ടി എടുക്കുക, ഇല്ലെങ്കിൽ 2 കൊണ്ട് ഗുണിക്കാം. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഗുണിക്കാം, താഴെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങനെ ഗുണിക്കാം, 4 × 2 ചെയ്താൽ 8, 5 × 2 10 0 അല്ലേ, ബാലൻസ് 1, 3 × 2 6, 6ഉം ഒരു ബാലൻസും കൂടെ കൂട്ടുമ്പോൾ 7, 2 × 2 4. 2354 ഇവിടെ നിന്ന് തന്നെ 2 കൊണ്ട് നമുക്ക് ഗുണിച്ചെഴുതാം. ഓക്കെ, അപ്പോൾ 4708 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു സ്ഥാനം വിട്ടിട്ട് ഈ സംഖ്യ എടുത്തെഴുതാം. നമ്മളിപ്പോൾ ഏത് സംഖ്യയാണോ 12 കൊണ്ട് ഗുണിച്ചത് ഇതിനെ തന്നെ ഒരു സ്ഥാനം വിട്ടിട്ട് എഴുതാം. അപ്പോൾ അതായത് ഒരു സ്ഥാനം നിൽക്കിട്ടെന്ന് പറയുമ്പോൾ 8 കഴിഞ്ഞ് ഇവിടെ 4 5 3 2 ഒരു സ്ഥാനം നീക്കിയിട്ട് ഇങ്ങോട്ട് എഴുതാം. ഇനി എന്ത് ചെയ്താൽ മതി, ഇത് കൂട്ടിയാൽ മതി. 8 0 4 4 7 5 12 2 4 3 7 1 8 2. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ആദ്യം 2 കൊണ്ട് ഇതിനെ എല്ലാത്തിനെയും ഗുണിക്കണം, പിന്നെ 1 കൊണ്ട് എല്ലാത്തിനെയും ഗുണിക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് കൂട്ടി എഴുതണം. ഓക്കെ, വളരെ പെട്ടെന്ന് കഴിഞ്ഞില്ലേ. ഇപ്പോൾ ഇവിടെ 2 കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഗുണിക്കാം ഒറ്റ സ്റ്റെപ്പിൽ. അതിനുശേഷം ഈ സംഖ്യ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സ്ഥാനം നീക്കി എഴുതുക. അതിനുശേഷം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഓക്കെ, ഒരു നമ്പർ കൂടെ നോക്കാം. അടുത്തത് നോക്കുക, 463 × 17. ഇവിടെ എത്ര വലിയ സംഖ്യയായാലും എത്ര ചെറിയ സംഖ്യയാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. 463 × 17. ആദ്യം എന്ത് ചെയ്യുക, ഒന്നില്ല 7 കൊണ്ട് ഗുണിക്കുക അല്ലേ. 463നെ 7 കൊണ്ട് ഗുണിക്കാം. ഇവിടെ നിന്ന് തന്നെ ഗുണിക്കാമല്ലോ, അങ്ങനെ തന്നെ ഗുണിച്ച് ശരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. എങ്ങനെയാണ്, 3 7 21 1, ബാലൻസ് 2 ഉണ്ട്, അത് 6ന്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. 6 7 42, 2 ശിഷ്ടവും കൂടി ഉണ്ട്, അപ്പോൾ 44ന് 4, ബാലൻസ് 4 ഉണ്ട്, അത് ഈ 4ന്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. 4 7 28, 28 4 32 കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, ഈ സംഖ്യ കിട്ടിയതിൽ നിന്നും ഒരു സ്ഥാനം നീക്കിയിട്ട് ഈ ഉള്ള സംഖ്യ നമ്മൾ ഏത് സംഖ്യയാണോ ഗുണിച്ചത് അത് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ 3 6 4 ഒരു സ്ഥാനം നീക്കിയിട്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഇത് കൂട്ടി എഴുതാം. 1 ഇറക്കിയിട്ടു, 4 3 7, 6 2 8, 4 3 7. നമ്മുടെ ആൻസർ കിട്ടി. ഓക്കെ, വളരെ ഈസി ആണല്ലോ. അപ്പോൾ എത്ര വലിയ സംഖ്യ ആണെങ്കിലും ഇവിടെ 1 ഫസ്റ്റ് വരുന്ന സംഖ്യ 16 17 18 19 15 14 അങ്ങനെയുള്ള ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കാനും ഇതേ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അവിടെ 1ന്റെ ആവശ്യമില്ല, 7 കൊണ്ട് ജസ്റ്റ് ഇപ്പോൾ ഇവിടെ 7 ആയതുകൊണ്ട് 7 കൊണ്ട് ഗുണിച്ചു. ഇനി 8 ആണെങ്കിൽ 8 കൊണ്ട് ഗുണിക്കുക. ആ സംഖ്യനെ ഒരു സ്ഥാനം നീക്കി എഴുതുക, കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. വളരെ ഈസി അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരട്ടെ. ഓക്കെ, ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക കേട്ടോ. 346 × 12 ഇതുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക, ഹോംവർക്ക് ചെയ്യുക, ആൻസർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ട്രിക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്